5 പാട്ടുണ്ട് ആക്ച്വലി. 1 by 1 ആയിട്ട് എനിക്ക് തോന്നുന്നു 1 മണിക്കൂറിനുള്ള ഒരു 5 സോങ് സെറ്റ് ചെയ്തു. വരികൾ കിട്ടിയപ്പോ എന്താ തോന്നിയത്? വരികൾ കിട്ടിയപ്പോൾ ആദ്യം എനിക്കൊന്നും മനസ്സിലായില്ല. സാധാരണ നമ്മൾ മലയാളത്തിൽ കേൾക്കുന്ന വരികളൊന്നുമില്ല. ഇപ്പോഴും ഞാൻ കേൾക്കുമ്പോൾ അതെന്താ സാധനം, പക്ഷെ ഭയങ്കര ഫീലുണ്ട്, ഭയങ്കരമായിട്ട് ഉള്ളിലോട്ട് കയറുന്നുണ്ട്. പരാതി ഭയങ്കര രസമായിട്ടത് കൊണ്ടുപോയിട്ടുണ്ട്. പടത്തിന്റെ എല്ലാ മ്യൂസിക്കിനും ടോട്ടലി ഒരു ക്യാരക്ടറുണ്ട്. ആ ഒരു മ്യൂസിക്കൽ ക്യാരക്ടറൈസേഷൻ തന്നെ ഇത് ചെയ്തിട്ടുണ്ട്. ഇത് എൻ്റെ ഡ്രീമാണ് ഈ പടം. സോ ടോട്ടലി പെരുമാണി എന്ന് പറഞ്ഞത് എനിക്ക് വളരെ പ്രിയപ്പെട്ട, ഞാൻ റീസെന്റ് ചെയ്ത സിനിമകളിൽ എനിക്ക് വളരെ മനസ്സിനോട് ചേർത്ത് വയ്ക്കാൻ കഴിയുന്ന ഒരു പടമായിരിക്കും. അപ്പോൾ ആദ്യമായിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്പേസ് തന്നതിന് നിങ്ങൾ അങ്ങനെ ആർക്കും ഇന്റർവ്യൂസ് കൊടുക്കാറൊന്നുമില്ല. ഇപ്പോൾ കുറേ ആയി നിങ്ങളുടെ ഇന്റർവ്യൂസ് ഒക്കെ വന്നിട്ട്. അപ്പോൾ ഞങ്ങൾക്കൊരു ഇന്റർവ്യൂ തന്നതിന് ഭയങ്കര സന്തോഷം. ഇത് നമ്മുടെ പടമല്ലേ? അതെ അതെ. എന്നാലും സോങ് ഒരു രക്ഷയില്ല. കാരണം ഐ ഹാവ് ബീൻ എ ഫാൻ ഓഫ് യുവേഴ്സ്. കാരണം ബിഗ് ബി, എന്നും നിന്റെ മൊയ്തീൻ, അങ്ങനെ ഇഷ്ടംപോലെ ബാംഗ്ലൂർ ഡേയ്സ്, ഇഷ്ടംപോലെ സിനിമകൾ, നല്ല നല്ല പാട്ടുകൾ നൽകിയ ഒരാളാണ്. സോ ഐ എം വെരി ബ്ലെസ്ഡ് to be a part of your movie. Like അല്ല, എനിക്ക് ഈ സിനിമയിലെ പറയാനല്ലേ ഒരുപാട് ഭാഗ്യങ്ങൾ എനിക്ക് ഈ സിനിമ സ്റ്റാർട്ടിങ് മുതൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒന്നിപ്പം എൻ്റെ കൂടെ തന്നെ ഇപ്പം ഈ ഷംസും ഷിൻഡോയൊക്കെ കൂടുന്നത് മുതൽ എനിക്ക് ഭാഗ്യങ്ങളാണ്. എന്ന് വെച്ചാൽ അവർ വന്നത് തന്നെ എൻ്റെ ഫസ്റ്റ് ഭാഗ്യമാണ്. പിന്നെ ഈ ഇത്ര ഫിറോസ് എന്ന് പറഞ്ഞൊരു പ്രൊഡ്യൂസറെ നമുക്ക് കിട്ടിയത് മുതൽ, മനീഷ് എന്ന് പറഞ്ഞ ക്യാമറാമാൻ, അപ്പം ലാസ്റ്റ് വന്ന എൻ്റെ ഭാഗ്യമാണ് ഗോപി. ആദ്യം ഞങ്ങൾക്ക് കുറേ മ്യൂസിക് ഡയറക്ടേഴ്സിന് ഞങ്ങളിങ്ങനെ പരിഗണനയിൽ ഇങ്ങനെ വയ്ക്കും. അപ്പം അപ്പോഴും പറയുന്നുണ്ട്, ആദ്യം മുതലേ പറയുന്നുണ്ട്, പക്ഷേ നിങ്ങൾ ഇപ്പം ചെയ്യുന്നുണ്ട്, ഇവിടെ ചെയ്യുന്നുണ്ട്, മലയാളത്തിൽ ചെയ്യുന്നുണ്ട്, കുറേ ആയിട്ടുള്ള മലയാളത്തിൽ കാണാറില്ല, ഇപ്പം തെലുങ്കിലാണ്. പിന്നെ അതുകൊണ്ട് തന്നെ അപ്രോച്ച് ചെയ്യാനുള്ള ഒരു പേടി, എന്ന് വെച്ചാൽ ചെയ്യോ ചെയ്യില്ല എന്ന് അറിയില്ല. അതെ 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 അതെ. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഞങ്ങൾ ഭയങ്കര, പിന്നെ വന്ന് വിളിച്ചപ്പം ചെയ്യാമെന്ന് പറഞ്ഞു. വന്ന് കാണുമ്പോഴും ഞങ്ങൾ ഇവിടെ തന്നെ ഒരു ചെയറിലാണ് ഞങ്ങൾ എല്ലാവരും കൂടി ഇരിക്കുന്നത്. നിങ്ങൾ വരുമ്പോൾ നമുക്കറിയില്ല ഇങ്ങനത്തെ ആളാണ്, ഒന്നും അറിയില്ല. പക്ഷേ വന്ന് പരിചയപ്പെട്ടു. അതായത് ഞങ്ങളൊരു ബ്രദറിനെ പോലെ ഞങ്ങൾ ട്രീറ്റ് ചെയ്തു. എത്ര പറഞ്ഞാലും റിപ്പീറ്റ് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ. നമ്മൾ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തെന്ന മ്യൂസിക് ആരാ ചെയ്യാൻ പോകുന്നത്. ഞാൻ എല്ലാവരോടും അന്വേഷിക്കുന്നത്. ഇപ്പോൾ ഷംസുഖേൻ്റെ അടുത്തൊക്കെ ഞാൻ അന്വേഷിക്കുമ്പോൾ ഹി യൂസ് ടു ടെൽ എ പ്ലസ് പോയിന്റ് ഓഫ് വ്യൂ ദാറ്റ് എപ്പം നമ്മൾ മെസ്സേജ് അയച്ചാലും അപ്പം നമുക്ക് റെസ്പോണ്ട് ചെയ്യുന്ന, ഒരു ലാഗ് ഇല്ലാണ്ട് റെസ്പോണ്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പം അത് കേട്ടപ്പോൾ തന്നെ ഐ ഗോട്ട് ദാറ്റ് പോസിറ്റീവ് തിങ് ഫ്രം യു. നവീനാണെങ്കിലും രജത്താണെങ്കിലും ഭയങ്കര നമ്മൾ ഒപ്പം നിന്ന രക്ഷകളാണ്. പിന്നെ ആകെയുള്ളായിരുന്ന കൺസേൺ ഇദ്ദേഹത്തിന് സിനിമ ഇഷ്ടാവോ എന്നുള്ളത് മാത്രമായിരുന്നു. അതിനുശേഷം ഇത് എഗ്രി ചെയ്യോ എന്നുള്ളത് മാത്രമായിരുന്നു. സിനിമ ഈ പറഞ്ഞാല് ഫസ്റ്റ് പേര് കേട്ടു, കേൾക്കാത്ത പേര്. പിന്നെ ഇദ്ദേഹം ഇതിന് മുമ്പ് ചെയ്തൊരു വർക്ക് പറഞ്ഞു, അപ്പൻ എന്ന് പറഞ്ഞ പടം. ടോട്ടലി ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ടൊരു പടം. ഈ പടം ഈ പറഞ്ഞ പോലെ അപ്പോൾ ഡെഫിനറ്റ്ലി ഒരു വേറൊരു സംഭവമായിരിക്കും അറിയാം. അപ്പോൾ ഇതൊരു ഡിഫറെൻ്റ് ആണെന്ന് എനിക്ക് മനസ്സിലായി. അതിൽ ഫസ്റ്റ് ഒരു ടീസർ പോലെ സാധനം എനിക്ക് കേട്ടിരുന്നു. അപ്പോൾ അതിൽ ഇവർ അപ്രോച്ച് ചെയ്തിരിക്കുന്ന, അവർ റെഫറൻസ് ആയിട്ടിരിക്കുന്ന കാര്യമായിക്കോട്ടെ, മ്യൂസിക് ആയിക്കോട്ടെ, എന്തായാലും ഒരു ടോട്ടലി ഡിഫറെൻറ്റ്. ശരിക്കും എല്ലാ പടവും നമ്മൾ ചെയ്യുമ്പോൾ പറയുന്നൊരു ക്ലിഷേ വേർഡാണ് ഡിഫറെൻറ്റ്. റിയലി ഒരു വ്യത്യസ്തത തോന്നി. അതുകൊണ്ട് തന്നെയാണ് ചെയ്യാൻ തീരുമാനിച്ചത്. മാത്രമേ ഞാൻ ആ സമയത്ത് കുറേ തെലുങ്കോടം ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ഇതിലോട്ട് സ്ലോട്ട് കൊടുക്കാൻ സമയം ഉണ്ടായിരുന്നില്ല. എന്നിട്ട് പോലും എന്നെ കൊണ്ട് ആവുന്ന രീതിയിൽ മാക്സിമം നമ്മൾ ഒരുമിച്ച് ഇരുന്നതിന് വർക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു എനിക്ക്. പിന്നെ ഇദ്ദേഹം മജുക്ക വന്നിട്ട് കംപ്ലീറ്റ്ലി ഒരു എന്താ പറയുക, ഇങ്ങനെ ഇരിക്കുന്നു നോക്കേണ്ട, ഭയങ്കര ഒരു ക്യാരക്ടർ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു മ്യൂസിക്കിൽ. സാധാരണ ഒരു സീൻ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഒരു ക്യാരക്ടർ ഒന്നും ഫിക്സ് ചെയ്യാറില്ല. ഈ പടത്തിന്റെ എല്ലാ മ്യൂസിക്കിനും ടോട്ടലി ഒരു ക്യാരക്ടറുണ്ട്. ആ ഒരു മ്യൂസിക്കൽ ക്യാരക്ടറൈസേഷൻ തന്നെ ഇത് ചെയ്തിട്ടുണ്ട്. അതിന് വലിയൊരു നന്ദി പറഞ്ഞേ പറ്റത്തുള്ളൂ. ഞങ്ങളെല്ലാവരും ഗൈഡ് ചെയ്തതിന്. ഈ 5 പാട്ടുണ്ട് ആക്ച്വലി. അപ്പോൾ ഇതിനി ഈ എത്ര സമയം എടുക്കും, നമുക്ക് സമയമില്ല, ഇനി എത്ര സമയം എടുക്കും എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു എൻ്റെ ഒരു ദിവസം വാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വന്നു, ഇരുന്ന് തുടങ്ങി. ഞാൻ ഇതാണ് സിറ്റുവേഷൻ എന്ന് പറയാനല്ല ഒരു മ്യൂസിക് വന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ സ്റ്റാൻഡായിട്ട് ഇരിക്കുന്നു. 1 by 1 ആയിട്ട് എനിക്ക് 1 മണിക്കൂറിനുള്ള ഒരു 5 സോങ് സെറ്റ് ചെയ്തു. അത് എനിക്ക് ഭയങ്കര അമേസിംഗ് ആയിട്ട്, വളരെ റെയറായിട്ട്, കാരണം പറയാം, വളരെ റെയറായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു സാഹചര്യമാണ് ചെയ്യുന്ന സിനിമയുടെ. എന്താ പറയുക, ഈ നമ്മൾ ഡിവൈനിറ്റി എന്ന് പറയും. ചില ആളുകൾക്ക് ഒരു ഡിവൈനിറ്റി ഫീൽ ചെയ്യും.
ആ ഡിവൈനിറ്റി ഫീൽ ചെയ്യുന്നത് വളരെ റെയറാണ് നമുക്ക്. അങ്ങനെയുള്ള ഡിവൈനിറ്റി തോന്നിയ സിനിമകളെല്ലാം നല്ല രീതിയിൽ മ്യൂസിക് വർക്കൗട്ടായി വന്നിട്ടുണ്ട്. എനിക്ക് ആ ഒരു ഡിവൈനിറ്റി ഫസ്റ്റ് നിങ്ങളെ കാണുമ്പോൾ തന്നെ എനിക്ക് കിട്ടി. അത് എന്താണെന്നറിയില്ല, എനിക്കങ്ങനെ ഒരു ഫീൽ കിട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളുടെ വരും നമുക്കൊരു ശരിക്കാം. ഞാൻ അങ്ങനെ ഒരു നല്ല ദിവസത്തിനെ കാത്തിരിക്കുകയായിരുന്നു. അത് വേറെ കുറേ വർക്കുകളുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നും മനസ്സൊന്നും മാറി ഒന്ന് ഫ്രഷ് ആയിട്ട് ഒരു സിനിമയല്ലേ, കുറച്ച് ദിവസം എടുത്തു. നമ്മൾ പറഞ്ഞ് തള്ളി അവസാനം ഒരു ഡേറ്റ് പറഞ്ഞു. അങ്ങനെ നമ്മൾ വൈകുന്നേരം വന്നിരുന്നു. എനിക്കൊരു ആഗ്രഹം ഉണ്ട്, ഇത് അത്രയും ആഗ്രഹിച്ചാണ് വരുന്നത്. അദ്ദേഹം എല്ലാ ഡയറക്ടേഴ്സും ആഗ്രഹിച്ചാണ് വരുന്നത് എല്ലാം. പക്ഷേ ഇദ്ദേഹത്തിന് ഒരു സ്പെഷ്യൽ ഈ വർക്കിനോട് ഒരു പ്രത്യേക തരത്തിലുള്ളൊരു എന്തൊരു അപ്രോച്ചാണെന്ന് മനസ്സിലായി. അപ്പോൾ എനിക്ക് ഇത് അദ്ദേഹത്തിൻ്റെ ജീവനാണ് ഈ സിനിമ, എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാനിരുന്നു കമ്പോസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ ഞാനല്ല ചെയ്യുന്നത്, മുകളിലിരിക്കുന്നവൻ നിങ്ങൾക്ക് വേണ്ടി എന്നിലൂടെ തരുന്നതാണ്. അത് ആ സമയത്ത് വന്നു. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ പാട്ടും ഏകദേശം രൂപത്തിൽ എത്തിച്ചു. പിന്നെ അത് വർക്കൗട്ട് ചെയ്ത് വരുന്ന സമയത്ത് പിന്നെയും മാറ്റി, പിന്നെയും ആ കഥകൾ പിന്നെ ഒരു ട്യൂൺ നിങ്ങൾ അപ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ തന്നെ പറഞ്ഞത് മാറ്റി വേറൊരു ട്യൂൺ ആക്കി, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. സോ അതൊരു ഡിവൈൻ കണക്ടിവിറ്റിയാണ്. നിങ്ങളുടെ പ്രാർത്ഥന അള്ളാഹ് കേട്ടു, അത് എന്നിലൂടെ മ്യൂസിക്കായിട്ട് തന്നു മാത്രമേ. ജസ്റ്റ് മീഡിയേറ്റർ. എല്ലാ പാട്ടും കേട്ടിരുന്നില്ല? ഞാൻ കേട്ടിട്ടുണ്ട് എല്ലാ സോങ്ങും. ഞാൻ നമ്മുടെ ടീമിനെ എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ ഞാനിത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കും കേൾക്കാൻ വേണ്ടി. എനിക്ക് പാട്ടുകളെക്കാൾ ഇതിൽ എനിക്ക് പാട്ടുകൾ ഉപയോഗിച്ച് എനിക്ക് ഇഷ്ടമായിരുന്നു. എനിക്ക് ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട്. അതിന് മജുക്കയോടാണ് നന്ദി പറയേണ്ടത്. ഇത് ഡിഫറെൻ്റ് ആണ്. അത് ഞാൻ ഫസ്റ്റ് ഒരു അപ്രോച്ച് ചെയ്യും. ഫസ്റ്റ് ഒരു അപ്രോച്ചിൽ ഈ അപ്പോൾ അദ്ദേഹം ഇതിനൊരു ക്യാരക്ടറാണ്, ഇതിങ്ങനെയല്ല അങ്ങനെയാണെന്ന് പറയുമ്പോൾ വേറൊരു വാതിലുകൾ തുറന്നു കിട്ടുകയാണ്, ഒരു പുതിയ വാതിൽ തുറന്നു കിട്ടും. അപ്പോൾ ആ വാതിൽ തുറന്നിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് ഒരു വിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങോട്ട് എത്താൻ പറ്റും. സോ അങ്ങനെ എല്ലാ സിനിമകൾക്കും അങ്ങനെയാണ്. പക്ഷെ ഇദ്ദേഹം ഒരു പ്രത്യേക തരം രീതിയിൽ നമ്മൾ അപ്രോച്ച് ചെയ്യും. നമുക്കിങ്ങനെ അതിങ്ങനെ ഇതൊക്കെ പറഞ്ഞു വരും പാട്ടുകൾ. എനിക്ക് ഇപ്പോൾ നമ്മുടെ ബർക്കാത്തെ എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ ഇവിടെ ഒരു നമ്മൾ കേട്ടിട്ടുണ്ടെന്ന്. അതെ. അതൊക്കെ എങ്ങനെ വന്നു? അതുപോലെ ഇപ്പൊ തങ്ങൾ സോങ് ഒക്കെ ഇപ്പോൾ പെരുമാനിക്കൊരു കൾച്ചർ ഉണ്ട്. അപ്പം പെരുമാനിയിൽ ഒരു മിത്തൊക്കെ ഉണ്ട്. അപ്പം ആളുകൾ ഇപ്പോഴും അദ്ദേഹത്തെ സ്തുതിച്ച് പാടുന്നു എന്നൊക്കെ പറയുമ്പോൾ തന്നെ നിങ്ങൾ പെട്ടെന്ന് ആ സോങ്ങിലേക്ക് അതെ പെട്ടെന്ന് വന്നിട്ട് അത് നമ്മൾ മനസ്സിൽ തോന്നുന്ന പോലെ ഈ ഒരു പാട്ട് നമുക്ക് മ്യൂസിക് തന്നിട്ടാണ്, അല്ലെങ്കിൽ ടോൺ തന്നിട്ടാണ് ലിറിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കിട്ടിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു മോഹസിൻ പരാരി ആണ്, അപ്പോൾ എനിക്ക് ഇതിനകത്ത് അസോസിയേറ്റ്, അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര താല്പര്യപൂർവ്വമാണ് പറഞ്ഞത്. അങ്ങനെ പുള്ളിയുടെ അടുത്ത് ചെന്നു. പുള്ളി ഈ പറഞ്ഞ ഓടിച്ചിട്ട് പിടിച്ചിട്ടാണ് ചെയ്യുന്നത്. ഒരു ദിവസം രാത്രി 3 മണിക്ക് പുള്ളി വിളിച്ച് ഇപ്പോൾ ഫ്രീ ആണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രാത്രി പോയിട്ടാണ് പുള്ളി അവിടെ ഇരുന്ന് പെട്ടെന്ന് പുള്ളി പറഞ്ഞു പുള്ളിക്ക് ഭയങ്കരമായിട്ട് ഇതിനകത്ത് ഇഷ്ടം തോന്നിയെന്ന് വെച്ചാൽ നിങ്ങളുടെ മ്യൂസിക്കിനോട് ഭയങ്കര താല്പര്യം തോന്നി ഈ മ്യൂസിക്കിനോട്. അതുകൊണ്ട് പെട്ടെന്ന് പുള്ളി എഴുതി തരാണ് ചെയ്തത്. മാക്സിമം ഞാൻ കമ്പോസ് ചെയ്യുമ്പോൾ പാലിക്കുന്നതെന്ന് വെച്ചാൽ മാക്സിമം തലച്ചോറ് ഉപയോഗിക്കാതിരിക്കും. അതൊരു വ്യത്യസ്ത സാധനമാണ്. മാക്സിമം മനസ്സിൽ തോന്നുന്ന സാധനം അപ്പം തന്നെ അത് ബ്രെയിനിലോട്ട് കണക്ട് ചെയ്യണ മുമ്പ് തന്നെ ഡെലിവറി ചെയ്യും. അപ്പോൾ എന്താ വെച്ചാൽ ആ ഒരു പ്യൂരിറ്റി ഹാർട്ടാവും. ഇതിൽ നമ്മൾ ബുദ്ധി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു വ്യത്യസ്ത സാധനമാണ്. എഴുതുമ്പോഴും അങ്ങനെ ആയിരിക്കും. ഒരു ഫസ്റ്റ് ഇൻസ്റ്റിക്ട് നമ്മൾ തോന്നി എഴുതുന്നത് പോലെ ഒരിക്കലും നമ്മൾ ആലോചിച്ച് എഴുതുമ്പോൾ കിട്ടില്ല. ഒരുപാട് ആലോചിച്ചതിന്റെ ഫലമായിട്ടാണ് ഇവിടെ വരുന്നത്. പിന്നെ ആ സമയത്ത് അങ്ങനെ തോന്നിക്കുന്നു. അപ്പൊ ഈ വരികൾ കിട്ടിയപ്പോൾ എന്താ തോന്നിയത്? വരികൾ കിട്ടിയപ്പോൾ ആദ്യം എനിക്കൊന്നും മനസ്സിലായില്ല. സാധാരണ നമ്മൾ മലയാളത്തിൽ കേൾക്കുന്ന വരികളൊന്നുമില്ല. ഇതിപ്പോൾ ഇപ്പോഴും ഞാൻ കേൾക്കുമ്പോൾ അതെന്താ സാധനം കണ്ടിട്ടില്ല. അതായത് നമുക്ക് ഒരു പിടിയും കിട്ടിയില്ല. പക്ഷെ ഭയങ്കര ഫീലുണ്ട്, ഭയങ്കരമായിട്ട് ഉള്ളിലോട്ട് കയറുന്നുണ്ട്. ഇപ്പോൾ ഞാൻ എന്നിലേലിനാൽ വടച്ച പെണ്ണെന്നൊക്കെ അറിയാം, ഇതാണ് സാധനം. ഇത് പറയണ വാക്കുകളൊക്കെ ടോട്ടലി ന്യൂ ആണ്. ഇത് മലയാളമാണോ അല്ല അറബിയാണോ എന്ന കൺഫ്യൂഷൻ എനിക്കുണ്ടായിരുന്നു. പിന്നെ ഞാൻ അപ്പോൾ ഓക്കെ എന്തായാലും മജുക്ക് ഓക്കെ ചെയ്തുമ്പോൾ എന്തായാലും എന്തെങ്കിലും ഉണ്ടാവുമായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. എനിക്കതിൽ ഒരു വാക്കുപോലും അവിടെ നിന്ന് ഇവിടെ നിന്ന് കണക്ട് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അവിടെ ഒന്നും പിടിപ്പെടുത്താൻ കിട്ടില്ല. പിന്നെ ഇപ്പോൾ കേൾക്കുമ്പോൾ അതിൻ്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെയൊക്കെ വാക്കുകളുണ്ടോ, നമ്മൾ എന്നൊക്കെ പറഞ്ഞ് പാടും. അതൊക്കെ പുള്ളി അതിലൊരു വാക്ക് കണ്ടെത്തി മോഹസിൻ പരാരി ഭയങ്കര രസമായിട്ടത് കൊണ്ടുപോയിട്ടുണ്ട്. അത് ടോട്ടലി ന്യൂ ആണ്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇത് ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. എനിക്ക് ഇത് പാട്ടുകൾ എസ്പെഷ്യലി വരികൾ നമ്മൾ അങ്ങനെ ഒരു സൗണ്ടിങ്ങിൽ ഈ സാധനം ഞാൻ ഇതുവരെ മലയാളത്തിൽ കേട്ടിട്ടില്ല. ഇങ്ങനെയുള്ള വരികളൊക്കെ ഇപ്പൊ ഇതിൽ തന്നെ ഫൂ 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 അതൊക്കെ ഇല്ലേ, അതൊക്കെ ഞാൻ ഇതിനു മുമ്പ് ഞാൻ കേട്ടിട്ടില്ല അങ്ങനെ ഒരു സംഭവം. ടോട്ടലി
ഞാൻ വളരെ എക്സൈറ്റഡ് ആണ് ഈ മൂസൻ്റെ വർക്കിൽ. എനിക്കിങ്ങനെ ഒരു ഡിഫറെൻറ്റ് സബ്ജക്റ്റിൽ വർക്ക് ചെയ്യാൻ കഴിഞ്ഞ വലിയ ഭാഗ്യം കരുതുന്നു. അതേപോലെ ഒരു 2 പാട്ട് സുഹൈൽ കോയ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഖവാലി. ഖവാലി. ഇപ്പൊ നമ്മുടെ ടീസർ ഇറങ്ങിയ ടീസറിൽ ഒരു ചെറിയൊരു OST പോലെ ഒരു പരിപാടി ഉണ്ട്, അതേപോലെ ട്രെയിലറിലും ഉണ്ട്. അത് എല്ലാവരും ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്ത് നല്ല വൈബായിരുന്നു പാട്ട്. എനിക്ക് ചെയ്യുമ്പോഴും രസമായിരുന്നു. ഓരോ പാട്ട് ഇങ്ങനെ ഓരോ നമ്മള് 5 പാട്ട് വേറെ ടൈപ്പ് ഓരോ കൾച്ചറുണ്ട്. ഒരു പ്രത്യേക കൾച്ചറിലാണ് പോകുന്നത്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒരു കൾച്ചറാണ്. ഇങ്ങനെയൊക്കെ വന്ന് അമയുന്നത് വളരെ റെയറാണ്. ഒരു സിനിമയിൽ തന്നെ പല ഭാവത്തിലുള്ള മ്യൂസിക് ഉണ്ടാവാറുണ്ട്. ഇതിന് മൊത്തത്തിലൊരു സ്വഭാവമുണ്ട്. അല്ലെങ്കിൽ ഓരോ സ്വഭാവത്തിലും അതിൻ്റെതായിട്ടുള്ള ഡീറ്റെയിലിംഗ് ഉണ്ട്. സോ ടോട്ടലി പെരുമാണി എന്ന് പറഞ്ഞത് എനിക്ക് വളരെ പ്രിയപ്പെട്ട, ഞാൻ റീസെൻ്റ് ചെയ്ത സിനിമകളിൽ എനിക്ക് വളരെ മനസ്സിനോട് ചേർത്ത് വയ്ക്കാൻ കഴിയുന്ന ഒരു പടമായിരിക്കും. അത് കാണുന്നവർ എന്തായാലും അത് എൻജോയ് ചെയ്യുന്നതാണ് എൻ്റെ വിശ്വാസം. തന്നാന തത്തനന്ന തന്നത്താനന തന്നാന തത്തനന്ന തന്നത്താനന താനന താന താന താനന താനന താന താന താനന തന്നാനത്താനെ 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 തന്നന്ന. ഇത് കഴിഞ്ഞിട്ടുള്ള ഒരു രക്ഷയില്ല മറ്റേ അവിടുന്ന് ജിഷ്ണു അല്ലായിരുന്നു? ജിഷ്ണു ശരിക്കും എവിടെ? ചെന്നൈയിലാണ്. ചെന്നൈയിലാണല്ലേ. ഒരു നല്ലൊരു മ്യൂസീഷ്യനാണ് പുള്ളി. എനിക്ക് ഇതിൽ പാട്ടൊക്കെ പാടി സെറ്റ് ചെയ്തിരുന്നു. നല്ല രസമായിട്ട് പാടി. അതെ അതെ, 3 പാട്ട് ജിഷ്ണു. അതെ അതെ, ഡിഫറെന്റ് വോയിസ് ആണ്. അതെ അതെ അതെ. ആ രണ്ടറിങ് നമുക്ക് ആദ്യം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് അത് തന്നെ സെറ്റ് ആയി. നല്ല ഫീൽ ഉണ്ട് അതിന്റെ വോയിസിന്. അപ്പൊ ബർക്കാത്തയും പുള്ളി പാടുന്നു, പെണ്ണായ മറ്റ പുള്ളി പാടുന്നു. ഒരു ഫീമെയിൽ സോങ് വേണമെന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക്. എനിക്ക് മനസ്സിലുണ്ടായിരുന്നു, പക്ഷെ ഫൈനലി അത് തന്നെ മെയിൽ തന്നെ ആക്കി. ഖവാലി ആണെങ്കിലും 3 തരം പാട്ടാണെങ്കിലും പുള്ളിയുടെ വോയിസ് ഭയങ്കരമായിട്ട് മാച്ച് ചെയ്യുന്നു. പിന്നെ തങ്ങൾ സോങ് മക്ബൂല് പാടി രസമാണ്. ഭയങ്കര എല്ലാത്തിലും ഭയങ്കര സോൾ കണക്റ്റഡ് ആണ്. Let's congratulate each other. Thank you. It's a song getting released. നമുക്ക് So happy. നിങ്ങൾക്ക് ഇനി പ്രത്യേകിച്ച് ഒരു ഇതൊന്നും ആവശ്യമില്ല. ഞങ്ങൾക്ക് ആണ് ഇതൊരു ലൈഫ് ചേഞ്ചിങ് പരിപാടിയല്ല ഈ സിനിമ. അങ്ങനെയൊന്നും ഇല്ല. നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ പേപ്പർ എടുത്ത് എഴുതുമ്പോൾ എന്താ, നിങ്ങൾ പേപ്പർ എടുത്ത് ഒരു പുതിയ സംഭവമല്ലേ. എനിക്ക് എല്ലാ സിനിമയും പുതിയ സിനിമ അല്ലേ. ഇപ്പോൾ നിങ്ങൾ എത്ര പടം അഭിനയിച്ചാലും ഓരോ പടം ഓരോ പുതിയ അനുഭവമല്ലേ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും പുതിയത്. ഇത് എൻ്റെ ഡ്രീമാണ് ഈ പടം. ഇപ്പോൾ എത്രയൊക്കെ നമ്മൾ ചെയ്താലും ഈ പറഞ്ഞ ഒരു ഡിഫറെൻറ്റ് സബ്ജക്റ്റിനായിട്ട് ഞാനും കാത്തിരിക്കുകയാണ്. ഇപ്പോൾ പെരുമാണി എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങുമ്പോൾ അതിൽ എന്തെങ്കിലും ഡിഫറൻസ് വരട്ടെ, അതെല്ലാവർക്കും ഇഷ്ടപ്പെടട്ടെ. നമ്മളെല്ലാവരും നിങ്ങളുടെ കൂടെ നമ്മളൊരു ടീമായിട്ട് ആഗ്രഹിക്കുകയാണ്. അത് അള്ളാൻ്റെ കൃപയാൽ എല്ലാ രീതിയും നന്നായി വരട്ടെ.